ഹലോ. അപ്പോൾ നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ കാണുന്നത്. ചോദ്യമല്ല, ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ്. പുള്ളിക്കാരൻ 10ാം ക്ലാസ്സിന് മാത്സ് ഈ കാണുന്നത് തന്നെ 10ാം ക്ലാസ്സിൽ മാത്സ് വിട്ടതാണ്. അതിനുശേഷം തൊട്ടിട്ടില്ല. പിന്നെ SSCക്ക് വേണ്ടിയിട്ടാണ്. പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്. സ്ക്വയേഴ്സും റൂട്ട്സും ക്യൂബും ഒക്കെ അറിയാം, പക്ഷേ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാവുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം കുറേ പേർക്കുണ്ടാവും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ചെയ്യപ്പെടുന്ന സബ്ജക്റ്റ് മാത്സ് ആണല്ലോ, അല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറിയാണ് ഇതിന് പറയാനുള്ളത്. എനിക്ക് ചരിത്രത്തിൽ ഏറ്റവും കുറവ് മാർക്ക് അക്കാഡമിക്കലി കിട്ടിയത് എനിക്ക് തോന്നുന്നു 80-ൽ 7 100-ൽ 7 എന്തോ ആണ്. അത് 8ാം ക്ലാസ്സിലെന്തോ പഠിക്കുമ്പോഴാണ് തോന്നുന്നു. 8ാം ക്ലാസ്സിലാണ്. 80-ൽ 7 100-ൽ 7 അതെനിക്ക് കിട്ടിയ മാത്സിലാണ്. അപ്പോൾ അവിടുന്ന് ഒരു 4 വർഷം ഫാസ്റ്റ് ഫോർവേഡ് പോയി കഴിഞ്ഞാൽ എനിക്ക് 12ൽ മാത്സിന് കിട്ടിയ മാർക്സാണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എനിക്ക് 200-ൽ 196 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി 12ന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 9 വർഷം ആയി. ഇപ്പോൾ 12th കഴിഞ്ഞിട്ട് 9-10 വർഷം ആവാനാവുന്നു. 9-10 വർഷത്തിന് ശേഷം ഞാൻ പിന്നെ മാത്സ് തൊട്ടിട്ടില്ലായിരുന്നു. ഞാൻ 9-10 വർഷത്തിന് ശേഷം അല്ല, ഒരു 7 വർഷത്തിന് ശേഷം വരെ ഞാൻ മാത്സ് തൊട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഞാൻ നിങ്ങൾക്ക് മാത്സ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി പറയാനുള്ളത്, 8ാം ക്ലാസ്സിൽ മാത്സിൽ 100-ൽ 7 മാർക്ക് കിട്ടിയൊരു ആൾക്ക് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ മാത്സ് പഠിപ്പിക്കുന്ന രീതിയിലും നന്നായിട്ട് മാർക്ക് വാങ്ങുന്ന രീതിയിലും മാറാൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവർക്കും മാറാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സിനെ കുറിച്ചുള്ള ആശങ്ക തന്നെ എനിക്കും മാത്സിനെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടി പറയാൻ പറ്റുമെന്ന് പോലുമുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റേ ഒരു പ്രശസ്തമായ കോട്ടിൽ പറയുന്ന പോലെ, അൺടിൽ ഡെത്ത് ഓൾ ഡിഫീറ്റ് ഈസ് സൈക്കോളജിക്കൽ. നിങ്ങൾ മരിക്കുന്നവരെ എല്ലാ തോൽവിയും നിങ്ങളുടെ തലയ്ക്കകത്ത് ഉള്ളതാണ്, വേറൊന്നുമില്ല. അപ്പോൾ മെനക്കെട്ടാൽ നിങ്ങൾക്കും ഫ്ലിപ്പ് ചെയ്യാം. നിങ്ങൾ ഇനി 100-ൽ 2 മേടിക്കുന്ന ആളാണെങ്കിലും ഫ്ലിപ്പ് ചെയ്യാം. 100-ൽ 100-ലോട്ട് വരുന്ന വേറൊരു വിഷയം, മത്സര പരീക്ഷകൾക്ക് മാർക്ക് മേടിക്കുന്ന വേറൊരു വിഷയം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് പറ്റും. ആദ്യം ഒരുപാട് വേദന ഉണ്ടാവും. നമ്മൾ പറയുന്ന പോലെ പെൻസിലിൻ്റെ മുനയെ നമ്മൾ ചെത്തിയല്ലേ ഉറപ്പിക്കാൻ പറ്റൂ. ഓരോ ചെത്ത് വീഴുമ്പോഴും പെൻസിലിനും വേദനിക്കുന്നുണ്ടാവും. പക്ഷേ ആ ചെത്ത് നിങ്ങൾ ഏറ്റുവാങ്ങിയേ പറ്റൂ. ഒരു 6 മാസം നിങ്ങൾ മാത്സിൻ്റെ കൂടെ ഉണ്ടും ഉറങ്ങിയും കിടന്നും നിന്നും ഇരുന്നും ഒക്കെ അതിനൊരു സുഹൃത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്സ് ആ റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. ആ കോൺഫിഡൻസോടുകൂടെ തന്നെ നിങ്ങൾ പോവുക. അപ്പോൾ ഇത് പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഇതിനുള്ള എക്സാമ്പിളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വേറെ ആത്മവിശ്വാസം കുറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുത്തുകൂടാ എന്ന് തോന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ.